അതിതീവ്ര മഴയിൽ വലിയ മണ്ണിടിച്ചിലും മഹാപ്രളയവും ഉണ്ടായതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയ വിവരങ്ങളിലേക്ക് വരാം. കേരളത്തിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അടക്കം പലയിടത്തും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും മഴ ലഭിച്ചിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയോടെ എറണാകുളത്തും മഴ ലഭിച്ചു. വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ലഭിച്ച മഴയുടെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഇന്ന് 4 മണിക്കാണ് ഏറ്റവും അവസാനമായി കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം 4 മണിക്ക് ശേഷമുള്ള അറിയിപ്പുകൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. ബ്രസീലിലെ പെട്രോപോളിസ് ഓഫ് റിയോ ഡി ജനീറോ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ അതിശക്തമായ പ്രളയത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും കെട്ടിടങ്ങൾ തകർന്നു വീണതിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒമോസോ ഡോ സോൾ ഓഫ് എസ്പിരിറ്റോ സാന്റോ തുടങ്ങിയ പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്തു. ബ്രസീലിൽ ഉണ്ടായ കനത്ത മഴയിൽ വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. അവിടെ നിരവധി വാഹനങ്ങളും കെട്ടിടങ്ങളും ഒലിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ശക്തമായ മഴയിൽ വലിയ വെള്ളപ്പൊക്കമാണ് അപ്രതീക്ഷിതമായി അവിടെ ഉണ്ടായിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.